ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഗ്ലോ അപ്പ് വിത്ത് സാൻഡി. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് ഡേ 54 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് ആദ്യമായിട്ട് എടുക്കേണ്ടത് മുരിങ്ങയിലാണ്. ഓക്കെ, മുരിങ്ങയില, തൈരും പിന്നെ കുറച്ച് ഉള്ളി. ഓക്കെ, ഉള്ളിയുടെ കൂടെ തന്നെ ഇത് കർപ്പൂരവല്ലി എടുക്കാം. ഓക്കെ, കർപ്പൂരവല്ലി കുറച്ച് ഒരു 4 ഇലകൾ എടുത്താൽ മതി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൊത്തമല്ലി എടുക്കുക. അതൊരു 2 തണ്ട് അത്ര മതി. 2 ഇലകൾ, ചെറിയ ഇലകൾ കുറച്ച്. അത് ഒരുപാട് സ്ട്രോങ് ആണ് കേട്ടോ, അരച്ചതിൻ്റെ ചാറെടുത്താൽ തന്നെ. അപ്പോൾ കുറച്ച് മതിയാവും. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായി മിക്സിയിലോട്ട് അടിച്ച് തലയൊട്ടിൽ നന്നായി മസാജ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ മുടിയിൽ വെളിച്ചെണ്ണയോ കാസ്റ്റർ ഓയിലോ നിങ്ങൾ റെഗുലറായിട്ട് കാച്ചിയ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏതെണ്ണ ഉപയോഗിക്കുന്നോ അത് എടുത്തിട്ട് ഒരു സ്പൂണോ 1.5 സ്പൂൺ അത്ര നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം തലയിൽ തേക്കാനായിട്ട്. ഓക്കെ, പിന്നെ ഒരു 20 മിനിറ്റോളം വെച്ചിട്ട് പ്ലെയിൻ വാട്ടറിൽ ആ ഒരു ഹെയർ പാക്ക് ക്ലിയർ ആവുന്ന പോലെ നന്നായി തേച്ച് കഴുകി കളയാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മെല്ല്, ആ ഹെയർ പാക്കിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ എടുത്തിട്ട് നന്നായി തേച്ച് കഴുകാവുന്നതാണ്. ഓക്കെ, ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അടുത്തതായി പറയാനുള്ളത്, നിങ്ങൾക്ക് ഈവനിങ് ടൈമിൽ നിങ്ങൾക്ക് സോക്ക്ഡ് ആയിട്ടുള്ള സീഡ്സോ ഇല്ലെങ്കിൽ നട്ട്സോ ആയിട്ട് എടുക്കാവുന്നതാണ്. ഏത് കോമ്പിനേഷൻ ആയാലും എടുക്കാവുന്നതാണ്. ഓക്കെ, അത് ഈവനിങ് ടൈമിൽ എടുക്കാം. പിന്നെ 1 ലിറ്ററോളം വെള്ളം നന്നായി കുടിക്കണം. ഇനി മുമ്പിൽ വരാൻ പോകുന്നത് സമ്മർ ഡേയ്സാണ്. അപ്പോൾ ഒരുപാട് ചൂടും ഒക്കെയാണ് ഉണ്ടാവുന്നത്. പിന്നെ ഇൻഫെക്ഷൻസും അധികമാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കെയർ എടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നന്നായി വെള്ളം കുടിക്കുന്നതിലൂടെ ബോഡിയുടെ ഒരു ടെമ്പറേച്ചർ ബാലൻസ്ഡ് ആയിട്ട് വെക്കാനും ഇത് സഹായിക്കും. എണ്ണകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മസ്റ്റർഡ് ഓയിലായിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ജിഞ്ചലി ഓയിൽ എന്ന് പറയുമല്ലോ, നല്ലെണ്ണ, അത് തേച്ച് നിങ്ങൾക്ക് ഹോട്ട് ഓയിൽ മസാജ് പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഹെയർ കെയറിൽ പറയാനുള്ളത്. പിന്നെ ഇനി ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്, ഇപ്പോൾ ആകെ വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുക, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ, ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോസിൽ വല്ലതും ചേഞ്ചസ് വരുത്തണോ, ഇല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സിൻ്റെ മേലെ വീഡിയോസ് ചെയ്യണമെന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ്സിലൂടെ അറിയിക്കാം. ഫീഡ്ബാക്കുകൾ അറിയിക്കേണ്ടതാണ്. ഓക്കെ, ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, ആവുന്നത്ര വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീഡിയോസ് എടുക്കുന്നത്. പിന്നെ ഓരോരോ ഹെയർ പാക്കും ചെയ്യുമ്പോഴും ആലോചിച്ചിട്ട് പിന്നെ അത് തലയോട്ടിയിൽ ഇല്ലെങ്കിൽ മുടിക്ക് സെറ്റാവുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. ഓക്കെ, വെറുതെ ഒരു യൂട്യൂബറിനെ വേറെ ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ നോക്കിയിട്ടോ അതോ സെയിം ഹെയർ പാക്കോ സെയിം ടോണറോ അങ്ങനെ കോപ്പി അടിക്കാൻ പറ്റുന്നതല്ല. ഓക്കെ, വെറുതെ എന്തോ അറിയുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്നും കോപ്പി അടിച്ച് ചെയ്യാൻ പറ്റത്തുമില്ല. അതാണ്, ഇതൊക്കെ യൂട്യൂബിൻ്റെ അഗെയിൻസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അലോഡ് അല്ല. അപ്പോൾ വ്യൂവേഴ്സായിട്ടുള്ളവർ നിങ്ങൾ ആവുന്നത്ര സപ്പോർട്ട് ചെയ്യുക. ഏത് യൂട്യൂബർ ആയാലും ശരി, എങ്ങനത്തെ വീഡിയോസ് ചെയ്താലും ഒരുപാട് ഹാർഡ് വർക്കും ഡെഡിക്കേഷൻ കൊടുത്തിട്ടാണ് ഇതിനു വേണ്ടി
സമയം കണ്ടെത്തിയിട്ടാണ് അവരൊക്കെ വീഡിയോസ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സ്, ഓഡിയൻസ് ആയിട്ടുള്ളവർ ആവുന്നത്ര സപ്പോർട്ട് ചെയ്യുക യൂട്യൂബേഴ്സിനെ. ഓക്കെ, അപ്പോൾ ഞാനെന്ന് എടുത്ത് പറയുന്നില്ല, അതേത് യൂട്യൂബറായാലും ശരി, ഏത് ലാംഗ്വേജിലായാലും ശരി. അപ്പം നിങ്ങൾ വ്യൂവേഴ്സ് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, നിങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ ഏതൊരു യൂട്യൂബർക്കും ഈ ഒരു ഫീൽഡിൽ ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ വ്യൂസൊക്കെ കുറവാണ്, ആവുന്നത്ര ഷെയർ ചെയ്ത് കൊടുക്കുക. ഹെൽപ്ഫുള്ളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെല്ലാവരും ഉപയോഗിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇതുവരെ നിങ്ങളുടെ മുടിയിൽ വല്ല മാറ്റം ഉണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻസിലൂടെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.